ഏത് കയ്യിലാണ്? ഏത് കയ്യിലാണ്? നിങ്ങൾ പള്ളിയിൽ പോകുന്നവരല്ലേ? ജുമയ്ക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറയാൻ മടിയെങ്കിൽ, അടുത്ത വെള്ളിയാഴ്ച സയ്യിദുൽ അയ്യാം എന്ന് പറയുന്ന ദിവസങ്ങളുടെ നേതാവായ ജുമാ ദിവസത്തിൽ നിങ്ങളുടെ പള്ളിയിലെ ഖതീബ് മിമ്പറിലെ ഖുതുബയോടുമ്പോൾ വാള് പിടിക്കുന്നത് ഏത് കയ്യിലാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ആ വാള് പിടിക്കുന്നത് ഇടത് കയ്യിലാണ്. അതൊരു വലിയ സൂചന നൽകുന്നുണ്ട്. എന്താ സൂചന എന്നറിയോ? ആരോഗ്യപരമായിട്ട് ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ള കൈ ഏതാണ്? ഇടത് കൈയല്ല, അത് വലത് കൈയാണ്. വലത് കൈയിൽ വാള് പിടിക്കാതെ ഇടത് കൈയിൽ വാള് പിടിക്കാൻ പഠിപ്പിച്ചത് എന്തിന്റെ പേരിലാണെന്നറിയോ? ആരെയും ആക്രമിക്കലല്ല നമ്മുടെ ലക്ഷ്യം എന്നതുകൊണ്ടാണ്. ആരെയും ആക്രമിക്കലല്ല മുസ്ലിമിന്റെ ലക്ഷ്യം. അത് പ്രവാചക അധ്യാപനമല്ല, അത് പ്രവാചകം പഠിപ്പിച്ചിട്ടില്ല. ഒരു പണ്ഡിതന്മാരും ആദരണീയനായ സുൽത്താനുൽ ഉലമാ കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദോ, സയ്യിദുൽ ഉലമാ ജിഫ്രി മുട്ടുകോയ തങ്ങളോ, അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സുന്നി പ്രസ്ഥാനത്തിന്റെ ലീഡർമാരോ ഇന്ന് വരെയും ആക്രമിക്കാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇടത് കൈയിൽ വാള് പിടിക്കുന്നത് ആരോഗ്യം നന്നേ കുറവുള്ള കൈയാണ് ഇടത് കൈ. ആ കൈയിൽ വാള് പിടിക്കുന്നത് ഞങ്ങൾക്ക് ആരെയും ആക്രമിക്കൽ ലക്ഷ്യമല്ല. ഞങ്ങൾക്ക് ആക്രമിക്കലല്ല ലക്ഷ്യമുള്ളത്. ആരോഗ്യമുള്ള വലത് കൈയിൽ പരിചയ പിടിക്കുക. ആ പരിചയ കൊണ്ട് ഞങ്ങൾ എതിർക്കുകയാണ്, പ്രതിരോധിക്കുകയാ ചെയ്യുന്നത്. വേണ്ടി വന്നാൽ ഇടത് കൈയിരിക്കുന്ന വാള് ഞങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരും. അതാണ് ബദർ, അതാണ് ഉഹദ്, അതാണ് ഖന്തക്, അതാണ് ഖൈബർ, അതാണ് യർമൂക്ക്, അതാണ് മറ്റുള്ള യുദ്ധങ്ങൾ, തബൂക്ക് അടക്കമുള്ളത്. ഒരിക്കലും അങ്ങോട്ട് പോയി ആക്രമിച്ചതല്ല. ജീവിക്കാൻ അനുവദിക്കാതെ വന്നപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരിച്ചക്രമിക്കുന്നു. ഇന്നും ഫലസ്തീനിൽ നമ്മൾ കാണുന്നില്ലേ? പാവപ്പെട്ട ഫലസ്തീൻ മക്കൾ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ, ആ ഫലസ്തീനിലെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ ചുട്ടരിക്കപ്പെടുമ്പോൾ, ആ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ ഭൗതിക ശരീരം മരണപ്പെട്ട കബന്ധങ്ങളായി ചതഞ്ഞരഞ്ഞു കിടക്കുന്ന അവരുടെ ജനാസകളുടെ മുകളിലൂടെ ഒരുപാട് ഭീകരന്മാരായ, ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരന്മാരായ ജൂത പരീക്ഷകൾ വീണ്ടും വീണ്ടും ട്രക്കുകൾ കയറ്റിയിട്ട് ആ മയ്യത്തിനെ വീണ്ടും വികൃതമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ കയ്യിൽ കിട്ടുന്ന ചരൽ കല്ലുകൾ കൊണ്ട് പ്രതിരോധിക്കുന്ന പാവപ്പെട്ട ഫലസ്തീന്റെ മക്കൾ തീവ്രവാദമാണോ ഇത്? ഭീകരവാദമാണോ ഇത്? അല്ല. ചവിട്ടിയാക്കടിക്കാത്ത പാമ്പില്ലല്ലോ. ആരുടെയെങ്കിലും വായിൽ വിരൽ കൊണ്ടുവച്ചിട്ട് കടിച്ചു എന്ന് പരാതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ നിലയിൽ പ്രിയപ്പെട്ടവരെ വലത് കൈ കൊണ്ട്, ആരോഗ്യമുള്ള കൈ കൊണ്ട് പ്രതിരോധിക്കലും ആവശ്യമാണെങ്കിൽ ഇടത് കൈയിരിക്കുന്ന വാൾ ഉപയോഗിക്കലുമാണ് ഇസ്ലാമിന്റെ പാരമ്പര്യമെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ മൂന്നാമത്തെ ഘട്ടം വന്നപ്പോൾ അനുവദനീയമായ യുദ്ധങ്ങൾ, ഡിക്ലെയർ വാറുകൾ, പ്രഖ്യാപിത യുദ്ധങ്ങൾ, ആ യുദ്ധങ്ങളുടെ പേരിൽ നീണ്ട 10